അത്യുത്തര കേരളത്തിലെ യോഗി സമുദായത്തിലെ അവരുടെ ആചാരങ്ങളും പാരമ്പര്യവും അതേപോലെ പിന്തുടർന്ന് വരുന്ന വളരെ പ്രാഗൽഭ്യമേറിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ ഭാസ്കരൻ ഗുരുക്കൾ. അന്നൂരിൽ താമസിക്കുന്ന ഭാസ്കരൻ ഗുരുക്കളോട് യോഗി സമുദായത്തിൻ്റെ പഴയകാല കഥകളിലേക്ക് നമുക്കൊരു തീർത്ഥാടനം നടത്താം. ഭാസ്കരൻ ഗുരുക്കൾ നമസ്കാരം. നമസ്കാരം. ഈ യോഗി സമുദായത്തെ ആണല്ലോ നമ്മുടെ വടക്കൻ കേരളത്തിലുള്ള ഒരു ചോയി സമുദായം എന്ന് ചുരുക്കി പറയുന്നത്. അതെ അതെ. വാസ്തവത്തിൽ ഗുരുക്കൾ എന്ന പദവി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഗുരുക്കൾ എന്ന് പറയുന്ന പദവി ഞങ്ങൾ സാധാരണ നമ്മുടെ ഈ ആചാരസ്ഥാനം കദ്രി മംഗലാപുരത്ത് കദ്രിയാണ്. പക്ഷെ പാരമ്പര്യമായിട്ട് പറയുന്ന സമയത്ത് പഴയ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരുന്നൊരു സമുദായം. അത് കേട്ടിട്ടുണ്ട്, ചോയി ഗുരുക്കളുടെ കളിപ്പാട്ടുകളൊക്കെ. അതെ, അതുകൂടാതെ ഈ സ്കൂളുകളൊക്കെ ഗുരു സമ്പ്രദായത്തിൽ പഠിപ്പിച്ചിരുന്നൊരു കാലഘട്ടം. അന്നു മുതൽ ഈ ഗുരുക്കൾ സമ്പ്രദായം വരുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ആചാരപ്രകാരം ഈ ഗുരുക്കളല്ല വരുന്നത്. ശരിക്കും തോന്നുന്ന നാഥ സമ്പ്രദായം, അത് ഉത്തരേന്ത്യയിൽ നിന്നും കുടിയേറി വന്നവരാണ് യോഗി സമുദായക്കാർ. അതെ, ശൈവര് ഒന്ന്. അതെ. അപ്പോൾ ആ വിഷയത്തിൽ വരുന്ന സമയത്ത് ഈ കൗളാചാരം അനുഷ്ഠിക്കുന്ന അവരെ ഈ ഭാസ്കര, ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണ് ഭാസ്കരനാഥ് അല്ലെങ്കിൽ മച്ചീന്ദ്രനാഥ്, മല്ലീന്ദ്രനാഥ്, ഇങ്ങനെയൊക്കെയാണ് വടക്കൻ പിന്നെ ഇന്ത്യയിൽ അറിഞ്ഞു വരുന്നത്. അപ്പം കൂട്ടത്തിൽ ചോദിക്കട്ടെ, കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ പദവി ഇടുന്നത്, അതുകൊണ്ടായിരിക്കും നാഥ് എന്ന പദം? മഞ്ജുനാഥ ക്ഷേത്രത്തിൽ അല്ല, ശരിക്കും പറഞ്ഞാൽ അവിടെ യോഗി മഠമുണ്ട്. മഠത്തിൽ നിന്നാണ് സാധാരണ എടുക്കുന്നത്. അത് പഴയ ഈ ശൈവ ശാക്ത വൈഷ്ണവ സംഘടനത്തിലല്ലോ, അപ്പോൾ ചരിത്രപരമായിട്ടുള്ള സംഭവമാണല്ലേ. അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ യോഗി സമുദായത്തിന് അല്ലെങ്കിൽ ഈ കൗളാചാരക്കാർക്ക് നിലനിൽപ്പില്ലാത്തൊരു കാലഘട്ടമൊന്നുമല്ല. അതിപ്പോൾ പിന്നെ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തിരിച്ചും മറിഞ്ഞിട്ടെല്ലാം കിടക്കുന്നത്. ളിപോത്രം എന്ന ഈ അനുഷ്ഠാന കലാരൂപം എല്ലാ ചോയിമാർക്കും കെട്ടാൻ പാടില്ലല്ലോ, അത് കുരുക്കൾക്ക് മാത്രമേ കെട്ടാൻ പാടുള്ളൂ. ഈ കുരുക്കളാകുന്നത് എവിടെ വെച്ചാണ്? അതിൻ്റെ ചിട്ടയും ചടങ്ങുകളൊക്കെ എന്താണ്? അത് ഗുരുക്കളാകുന്നത് ഒന്നും നമ്മുടെ കദ്രി ആസ്ഥാനം ഒരു സ്ഥാനത്ത് വെച്ച്, അത് കേരളത്തെ സംബന്ധിച്ചിട്ടാണ് ഈ കദ്രി ആസ്ഥാനമായിട്ട് സ്വീകരിക്കുന്നത്. അപ്പം നേപ്പാൾ വരുന്ന സ്ഥല സങ്കേതങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒന്നുകിൽ അവിടെ നിന്ന് കദ്രിയിൽ ചെന്ന് ഗുരുക്കൾ ആചാരം അവിടുന്ന് നമ്മുടെ ആചാര്യനോട് സ്വീകരിക്കാം. ആരാണ് അവിടെ ആചാര്യൻ? അവിടെ ഈ ഇവിടെ ഗംഗാസ്നാനം ചെയ്തിട്ടുണ്ടെന്നാണ് അവരെ പറയേണ്ടത്. ഇതിൽ സന്യാസിമാരുടെ ഇതുണ്ട്. അപ്പോൾ അവരുടെ നിന്ന് 12 വർഷത്തേക്ക് ഈ കദ്രിയിലേക്ക് ഒരാൾ നിയമിക്കുക പുരോഹിതനായിട്ട്. അപ്പോൾ അയാളിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്താ ചടങ്ങുകൾ? നമ്മൾ അവിടെ ചെന്നാൽ ഒരു തലേദിവസം രാവിലെ പോവുക, അവിടെയുള്ള പൂജാതി കർമ്മങ്ങളിലൊക്കെ എടുക്കുക, പിന്നെ പങ്കുകൊള്ളുക, പിന്നെ രാവിലെ സ്നാനം ചെയ്ത് നമ്മുടെ ആചാര്യം വരും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് ശിഷ്യത്വം സ്വീകരിക്കണമല്ലോ. അത് ഇപ്പോൾ വളരെ കാലമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ ഈ മലയാളം അവരുടെ ഭാഷ ഹിന്ദിയും ആവുന്ന ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ മാന്ത്രികമായ കാര്യങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം കദ്രിയിൽ ചെല്ലുകയും
അവിടെ നിന്ന് ആ ആചാര്യനിൽ നിന്നും നമ്മുടെ ഈ ആചാര നാഥ പദവി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് പദവി. ഗുരുക്കൾ സ്ഥാനം നിങ്ങൾക്ക് നൽകുന്നതിന് മുമ്പ് നിങ്ങൾ ഗുരുക്കളാകാൻ യോഗ്യനാണോ എന്ന ഒരു പരീക്ഷയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൊല്ലിക്കലോ അങ്ങനെ ഉണ്ടോ അവിടെ? അത് അവിടെ നമ്മുടെ ഈ ഭാഷയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ പ്രാദേശികമായിട്ട് നമ്മുടെ ഇതിനു മുൻപ് ഈ ഗുരുക്കളാകുന്നതിന് മുൻപ് ഗുരുക്കളായവരിൽ നിന്നും വിദ്യ നമ്മൾ അഭ്യസിക്കുന്നു. അത് മലയാള സംസ്കൃതമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ അഭ്യസിച്ചതിന് ശേഷം അവിടെ പോയി നമ്മൾ ഈ പ്രധാനമായ ഈ ചടങ്ങ് ആ സ്ഥാനം ഏൽക്കുക എന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയവും ദിവസങ്ങളെല്ലാം വേണമല്ലോ പഠിക്കണമെങ്കിൽ. അപ്പോൾ അതിനുശേഷം എന്തൊക്കെ അണിയിക്കുക നമ്മളിപ്പോൾ ഈ രുദ്രാക്ഷമാല അണിയിക്കും. അതിനുശേഷം ഈ കാതിൽ ശംഖാണ് ധരിക്കേണ്ടത്. അതെ, ശംഖുമുദ്ര. അപ്പോൾ അത് നമ്മൾ സ്വർണ്ണത്തിൽ ശംഖ് കടഞ്ഞെടുത്ത് പതിപ്പിച്ച് അതാക്കുന്നതാണ്. പിന്നീട് അവർ നമ്മളെ മാന്ത്രികമായിട്ടൊരു ഉപദേശം തരും. ആചാര്യ പരമസ്ഥാനീയനായ നിലയിൽ ഒരു ഉപദേശം നമ്മൾ സ്വീകരിക്കും. അത് ഉപദേശം തരുന്നത് ചെവിയിൽ മൂലമന്ത്രോപദേശം. ചെവിയിൽ. കതിരിൽ നിന്നും ഗുരുക്കളെന്ന പദവി നേടി തിരിച്ച് സമൂഹത്തിലേക്ക് നാട്ടിലേക്ക് എത്തുമ്പോൾ സമൂഹം എങ്ങനെയാണ് നിങ്ങളെ സ്വീകരിക്കുന്നത്? അത് ആചാര്യ പദവിയുമായി തിരിച്ചു വരുന്നയാളെ മഠത്തിൻ്റെ സമീപ പ്രദേശത്ത് വെച്ച് വളരെ ഗാംഭീര്യമായിട്ട് സ്വീകരിച്ച് ആനയിച്ച് മഠത്തിലേക്ക് വരികയും അവിടെ നിന്ന് മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ആചാരപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഭക്ഷണം വന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്ത് സംതൃപ്തരാക്കി അവരുടെ അനുഗ്രഹം. അപ്പം നിങ്ങളുടെ ഇത് മഠങ്ങൾ എന്ന രീതിയിലല്ലേ യോഗ്യമാർ അറിയപ്പെടുന്നത്? അവരുടെ വീട്ടുപേര് മഠം. നിങ്ങൾ കുതിരപ്പന്തി മഠം അല്ല, അന്നൂർ യോഗീശ്വര മഠം. അപ്പോൾ കുതിരപ്പന്തി മഠം അങ്ങനെ എത്ര മഠമുണ്ട്? ഈ മഠം 4 ഉള്ളൂ. എങ്കിൽ ഇന്നിപ്പോൾ ഈ ഇല്ലങ്ങൾ എന്ന് പറയുന്നതൊക്കെ മഠമായിട്ട് സ്വീകരിച്ചിട്ട് അതെ ശരിക്കും 4 മഠയില്ലോ. അതൊന്ന് അന്നൂര് ശ്രീ യോഗീശ്വര മഠം, ചന്തേര കണ്ണുമഠം, മൂന്നാമത് നീലേശ്വരം പുളിയക്കാട്ട് മഠം, പിന്നീട് കുളത്തൂര് മഠം എന്ന് പറഞ്ഞാൽ 4 മഠങ്ങൾ അറിയപ്പെടുന്നത് പഴയ കാലത്ത്. ഇന്നിപ്പോൾ എല്ലാം മഠങ്ങളായിട്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ യോഗീശ്വര മഠത്തിന്റെ അധിപതിയായിട്ടാണ് ഇപ്പൊ ആചാര്യനായിട്ടാണ് നാഥനായിട്ടുള്ളത്. അപ്പോൾ സമുദായത്തിന്റെ ഒരു ആചാര്യൻ എന്ന നിലയിൽ, ഗുരുക്കൾ എന്ന നിലയിൽ ഈ നമ്മുടെ ഈ പ്രദേശത്ത് നിങ്ങൾക്ക് ചില അധികാരാവകാശങ്ങളൊക്കെ പണ്ടേ ഉണ്ടാവുമല്ലോ. ഉണ്ട്. അത് കാവുകളിലെ ഗണപതി ഹോമം തുടങ്ങിയവയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? അത് കാവുകളിൽ പഴയകാല ശാക്തേയമാണെങ്കിലും വൈഷ്ണവമായിട്ട് ആരാധിക്കപ്പെടുന്ന സമയത്ത് കൗള വിഭാഗത്തിൽ വരുന്നവരുടെ ഗൃഹങ്ങളിലും അവരുടെ അധിവസിക്കുന്ന സ്ഥലങ്ങളിലും മറ്റുള്ള നമ്മൾ താന്ത്രികമായിട്ട് ശാക്തേയ വിഷയപ്രകാരം കർമ്മങ്ങൾ ചെയ്യുന്നു. മറ്റ് വൈഷ്ണവമായിട്ട് ചെയ്യുന്നു, അവർ വൈഷ്ണവന്മാർ ചെയ്യുന്നു. അങ്ങനെയാണ് അത് കാവുകൾ മറ്റ് ഈ തെയ്യക്കോലം ശക്തിയുടെ ഭാവങ്ങളാണല്ലോ ഈ തെയ്യക്കോലങ്ങൾ മുഴുവനും. അപ്പോൾ അത്തരത്തിലുള്ള കർമ്മങ്ങൾ മുഴുവനും ഈ ശാക്തേയ വിഷയം കൈകാര്യം ചെയ്യുന്നവരാണ് ചെയ്യുക. യോഗിമാരെന്ന് ഞാൻ പറയുന്നില്ല, ആ ശാക്തേയ വിഷയത്തിൽ വരുന്നവരിൽ നിക്ഷിപ്തമാണ്. പക്ഷേ ഇന്നത് എന്തുകൊണ്ടോ മറ്റ് മേഖലകളിലേക്കെല്ലാം തിരിഞ്ഞു പോകുന്നുണ്ട്. അത് നമ്മുടെ ഈ പാരമ്പര്യവും മറ്റും അറിയാത്തത് കൊണ്ട് വലിയ ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ നമ്മളിപ്പോൾ കേളിപാത്രം എന്ന് പറയുന്ന ഈ ഒരു വേഷം കെട്ടിയിട്ട് ഇപ്പോൾ പുതിയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കേളിപാത്രം എന്ന് പറയുമ്പോൾ അവർക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച്. ഇതല്ല ഒരിക്കൽ തന്നെ ഗുരുക്കൾ പറയുന്നത് ഞാൻ ഓർമ്മിക്കുന്നത്, രാവിലെ എത്തുമ്പോൾ ഗേറ്റ് തുറന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പട്ടിയെ വളർത്തിയിട്ടുണ്ട്. പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ കേളിപാത്രം പഴയ കാലത്ത് ഇതിങ്ങനെ കെട്ടിയിട്ട് വളരെ ഭക്തി പുരസ്സരം ചെയ്യുന്ന ഒരു ചടങ്ങാണല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിന് മന്ത്രം ചൊല്ലിയിട്ടാണോ ഏത് രീതിയിൽ അത് തുടങ്ങുകയെന്നൊന്നും അറിയണം. അത് ശരിക്ക് ബ്രാഹ്മണ മുഹൂർത്തത്തിൽ പിന്നെ ഇന്നിപ്പോൾ നദി അല്ലെങ്കിൽ പുഴ ഇത് കുളം തടാകം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് അത് ഗംഗയെ വളർത്തുക അങ്ങ് പറയാറുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ആദ്യത്തെ രാവിലെ തന്നെ ആയതുകൊണ്ട് സ്നാനം ചെയ്യുന്ന സമയത്ത് ഗംഗയിൽ ഒന്ന് ഒന്നിച്ച് അതിനുശേഷം ഈ ഭൈരവൻ്റെ വേഷം ധരിക്കുന്നതിനില്ല മറ്റ് നമ്മുടെ പൂർവികമായ ഇത് നമുക്ക് തന്ന പാരമ്പര്യമായിട്ട് കിട്ടിയ അറിവുണ്ടാകും. അതൊക്കെ ചെയ്യുന്നത് ഇപ്പം ഭൈരവാഷ്ടകം അങ്ങനെയില്ലേ സ്തോത്രങ്ങളൊക്കെ ചൊല്ലി അത് ആദ്യം തന്നെ സൂര്യനമസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്തു ഗംഗയെ വളർത്തി. അതിനുശേഷം നമ്മുടെ ഈ വേഷം ധരിക്കുന്നതിന് മുമ്പേ വേഷം മാറുന്നതിന് മുമ്പേ ഈ ദേവനെ തന്നെ ഈ ഭസ്മലേപനം തന്നെ ചെയ്ത് ധ്യാനിച്ച് അതിനുശേഷം ഈ വേഷഭൂഷാദികളെല്ലാം അണിയും. അതിനുശേഷം ബാക്കി ചെല്ലാനിൻ്റെ കാര്യങ്ങൾ ചെയ്ത് ഈ കുളത്തുനിന്ന് തന്നെ പൂർത്തീകരിച്ചതിന് ശേഷം ഭിക്ഷക്കായിട്ട് പോകും. ഒരു ഭസ്മധാരണ മന്ത്രം ഓർമ്മയുണ്ടോ? ഭസ്മധാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ശരീരത്തിന് അത് ഭസ്മം ധരിക്കുമ്പോഴല്ലേ? അതെ, ഭസ്മം ധരിക്കുന്നത് ജലമാണ്. ഇതിന്റെ പ്രമാണം എന്താണ്?
എങ്ങനെയാ പ്രമാണമായിട്ട് നിങ്ങൾക്ക് ഗുരുക്കന്മാർക്ക് അത് കിട്ടുന്ന ഒരു പ്രമാണമുണ്ടോ? അതുണ്ടാവും. അത് ഭസ്മം അത് പിന്നെ ഇത് ഭസ്മം ധരിച്ചാലുണ്ടാവുന്ന ഒരു കാര്യം ഇത് ഭസ്മം ധരിക്കുകയാണെങ്കിൽ ഇന്ന ഗുണമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പൗർവികന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഭസ്മസ്നാനം പവിത്രം ശുചികരമനിശം വ്യാധിനാശം സുമോക്ഷം ഗംഗാതീർത്ഥേന തുല്യം അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തുല്യമാണ് സർവവിഷകരം പാപനാശം ശുശാന്തം രക്ഷ പൈശാച യക്ഷോഗണഹരണം തുഷ്ടി പുഷ്ടി സമസ്തം വശ്യം ലോകേ നരാണം സകലജനസുഖം പാർവതീശ പ്രസാദം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ആ പാർവതീശ പ്രസാദത്തിന് വേണ്ടിയാണ് ഈ ഭസ്മലേപനം നടത്തുന്നത്. അതെ, ഈ ഗുണങ്ങളൊക്കെ അത് ഉണ്ടാവുന്നതുകൊണ്ടും പിന്നീട് ശ്രീ ശിവന്റെ പിന്നെ ഇതാണല്ലോ, അതുകൊണ്ട് അത് സങ്കല്പമല്ല. അതുകൊണ്ട് നമ്മൾ ഭസ്മം പൂജിക്കുന്നു. അത് ശിവനായിക്കൊണ്ടിരിക്കുക, ശിവം ഭൂത്വ ശിവം യചയത്. അപ്പൊ ശിവനായിക്കൊണ്ട് ശിവനെ പൂജിക്കാൻ വേണ്ടി ഈ കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നു. അങ്ങനെ ആ ഭൈരവേഷം ധരിച്ചിട്ട് ഭിക്ഷക്ക് പോകുന്നു. ഭൈരവനായിക്കൊണ്ട് ഭിക്ഷക്ക് പോകുന്നു.